ഏകദേശം 10 മാസം കൊണ്ട് ഞാൻ ഏകദേശം ട്രേഡിങ്ങിലൂടെ 25 ലക്ഷം രൂപ ഞാനിപ്പോൾ ട്രെൻഡെക്സിലൂടെ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക്, ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ഏത് പീപ്പിൾസിനായാലും ഒരു റിസ്ക്കോ ടെൻഷനോ ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നടന്നുകൊണ്ട് തന്നെ അതേ സമയത്ത് ട്രേഡിങ്ങിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം നമുക്ക് 24 മണിക്കൂറിലും അവൈലബിൾ ആവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രെൻഡെക്സ്. സോ ഇപ്പോൾ ഞാൻ ഏകദേശം 10 മാസത്തിന് ശേഷം 4 വർഷമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു കമ്പനി വേൾഡ് നോക്കുകയാണെങ്കിൽ ട്രെൻഡെക്സ് മാത്രമേ ഉള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടോക്ക് ആൻഡ് ടോക്സ്. ഇന്ന് നമ്മൾ പുതിയൊരു കണ്ടന്റുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. AI വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് ആ ഒരു പ്രൊജക്റ്റിൻ്റെ തന്നെ വളരെ നല്ലൊരു പ്രൊമോട്ടറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രൊമോട്ടറെ പരിചയപ്പെടാം. എൻ്റെ പേര് മഹ്ഷൂഖ് CK, ഞാൻ കാപ്പാടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ട്രേഡിങ്ങിലൂടെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ സ്വന്തമായിട്ട് ട്രേഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലാഭത്തെക്കാളും കൂടുതൽ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഏകദേശം ഒരു 10 മാസം മുന്നേ ഞാനൊരു സോഫ്റ്റ്വെയറെ കുറിച്ച് കേട്ടു. അതിൻ്റെ പേരാണ് ട്രെൻഡെക്സ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം നിലവിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സമയം വരെ ഞാൻ നല്ല രീതിയിലുള്ള ട്രേഡിങ്ങിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിലെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡെക്സ് ഈ ഒരു AI സോഫ്റ്റ്വെയറിലൂടെ ഞാൻ ഏകദേശം ഒരു 25 ലക്ഷം രൂപ ട്രേഡിങ്ങിലൂടെ തന്നെ ഞാനൊരു വരുമാനം എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ സക്സസ്ഫുള്ളി ഒരു ഹാപ്പി മാനായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ സർ ഇത്രയും ഏൺ ചെയ്തെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ സർ, ഇപ്പോൾ മിക്കവരും AI ട്രേഡിങ് അല്ലെങ്കിൽ ഈ മെറ്റാവേഴ്സ് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് കേൾക്കുന്ന സമയത്ത് ലോസിനെ കുറിച്ചായിട്ട് ആയിരിക്കും അധികം ആൾക്കാരും കേൾക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ സർ എങ്ങനെയാണ് ഇത്രത്തോളം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിച്ചത്? വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, നമ്മളുടെ ഇപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം, ഞാൻ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടും ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ട്രെൻഡെക്സ് എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയറും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ട്രേഡിങ്ങിലൂടെ വരുമാനം സമ്പാദിച്ചത്. സർ ഇപ്പോൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട്സ് എന്ന്. എങ്ങനെയുള്ളൊരു ട്രേഡിംഗ് അക്കൗണ്ട്സ് ആണ് നിങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരിക്കലും കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റിലല്ല നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് അക്കൗണ്ട് ബൈനാൻസ് ആണ്. ഈ ബൈനാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, ലോകത്തിലെ തന്നെ നമ്പർ 1 ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. സോ ആ ഒരു ബൈനാൻസ് എക്സ്ചേഞ്ചിലാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സർ, ഇപ്പോൾ എനിക്കറിയാം ബൈനാൻസ് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം, 100% സേഫ് ആണെന്നുള്ള കാര്യം എന്നെപ്പോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. പക്ഷെ സാധാരണക്കാർക്ക് ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എത്രത്തോളം സേഫാണ് ബൈനാൻസ്? 101% സേഫാണ്. കാരണം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളാരും വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ മൊബൈൽ ത്രൂ, ഗൂഗിൾ ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മാതാപിതാ ഗുരു ദൈവം. അതേപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ബൈനാൻസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും 100% സേഫ് ആണെന്നുള്ള കാര്യം. അപ്പോൾ സർ, ഇത്രത്തോളം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഇതിൽ 2 ട്രേഡിംഗ് മേഖലകളുണ്ട്, ബൈനാൻസും അതുപോലെ തന്നെ ട്രെൻഡെക്സും. ഈ 2 പ്ലാറ്റ്ഫോമും ലിങ്കായിട്ട് എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നതെന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണിത്. അതിനെപ്പറ്റി സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ? ഷുവർ, വളരെ നല്ലൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. പൊതുവെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എല്ലാ ആളുകൾക്കും ഓരോ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ബൈനാൻസ് എന്ന് പറയുന്നത് നമ്മളൊരു വേൾഡ് ബാങ്ക് അക്കൗണ്ടാണ്. ക്രിപ്റ്റോ ട്രേഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടുമായിട്ട് നമ്മൾ ട്രെൻഡെക്സിന് നമ്മൾ API ബൈൻഡിങ് ചെയ്യുന്നു. സോ ഈ API ബൈൻഡിങ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള ക്രിപ്റ്റോ കറൻസീസ് നമ്മൾ പോലും അറിയാതെ, നമ്മുടെ എഫേർട്ട് ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി 24 hours മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ബൈ സെൽ ചെയ്ത് നമുക്ക് നമ്മുടെ അസറ്റിനെ ട്രേഡിങ്ങിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആക്കി മാറ്റി തരും. ഇപ്പം എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് ട്രേഡേഴ്സ് അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സമയം സ്ക്രീൻ ടൈം, അവർ സ്ക്രീനിലാണ് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ലല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നമ്മൾ ട്രെൻഡെക്സ് ട്രേഡിങ്ങിൽ വരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ പല ആളുകളും ട്രേഡിങ്ങിൽ
സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തിട്ട് ഒരുപാട് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമയക്കുറവ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രശ്നം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. പക്ഷേ ട്രെൻഡെക്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ട്രെൻഡെക്സിൽ വരുന്നില്ല. കാരണം നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക്, ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ഏത് പീപ്പിൾസിനായാലും ഒരു റിസ്ക്കോ ടെൻഷനോ ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നടന്നുകൊണ്ട് തന്നെ അതേ സമയത്ത് ട്രേഡിങ്ങിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം നമുക്ക് 24 മണിക്കൂറിലും അവൈലബിൾ ആവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രെൻഡെക്സ്. സർ, ഞാനും ഈ ഒരു മേഖലയെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ച സമയത്ത് ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ലപോലെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനുള്ള പ്രശ്നമായിരിക്കും പലർക്കും ഉണ്ടാവുന്നത്. ഇവിടെ എങ്ങനെയാണ് വിഡ്രോവലിൻ്റെ കാര്യങ്ങളൊക്കെ? യെസ്, 100%. നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ടുള്ള ഏതൊരു വ്യക്തിക്കും എനി ടൈംസ് ഫണ്ട് വിഡ്രോ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടോ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റോ സ്റ്റേക്കിംഗ് സിസ്റ്റമോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു പ്രോബ്ലംസോ ഈ ഒരു ബൈനാൻസിൽ വരുന്നില്ല. നമ്മളുടെ അക്കൗണ്ടിലെ ഫണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എനി ടൈം വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിലോ ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യണമോ അക്കൗണ്ട് ഹോൾഡർക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് ചെയ്യാൻ പറ്റും. ഇതിൽ യാതൊരു വിധത്തിലുള്ള ലിമിറ്റേഷൻസും ബൈനാൻസിലും ട്രെൻഡെക്സും നമുക്ക് നേരിടേണ്ടി വരുന്നില്ല. സർ, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ വന്നു പോകുന്നുണ്ട്. അതിൽ ഒട്ടുമിക്ക കമ്പനികളും 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോൾ അത് പൂട്ടിപ്പോവുക അല്ലെങ്കിൽ അത് നിർത്തി പോകാറാണ് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മാർക്കറ്റിൽ. അങ്ങനെ ഒരുപാട് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമ്പനികളും കുറേ ഉണ്ട്. അതിൽ നിന്നൊക്കെ വേറിട്ട് എന്തൊരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടാണ് സർ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനുള്ള കാരണം? ട്രെൻഡെക്സ് എന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ കേൾക്കുന്ന അതേ സമയത്തും അതിന് മുന്നേ ആയിട്ടോ ഞാൻ ഒരുപാട് കമ്പനിയെ കുറിച്ച് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 6 മാസം 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പല കമ്പനികൾ മാർക്കറ്റിൽ വാനിഷ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഒരു ട്രെൻഡെക്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കുണ്ടായൊരു സെൽഫ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിക്കണ്ട ഒരേ ഒരു കാര്യം വേറൊന്നുമല്ല, 10 മാസം മുന്നേ ഞാൻ ട്രെൻഡെക്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഓൾറെഡി 3 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്നെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്തത്. ഏകദേശം 10 മാസം കൊണ്ട് ഞാൻ ട്രേഡിങ്ങിലൂടെ 25 ലക്ഷം രൂപ ഞാനിപ്പോൾ ട്രെൻഡെക്സിലൂടെ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. ആഫ്റ്റർ 10 മന്ത്സ് 4 വർഷമായിട്ട് ട്രെൻഡെക്സ് മാർക്കറ്റിൽ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കമ്പനികളെ പറ്റി കേൾക്കുന്ന സമയത്ത് 4 വർഷമായിട്ട് ഒരു കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കമ്പനികളെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സർ, ഇപ്പം നമ്മുടെ പല വ്യൂവേഴ്സും ഈ ഒരു ട്രേഡിംഗ് മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരാൾ ഇതിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള വശങ്ങൾ അതിനെ പറ്റി ഐഡിയ ഉണ്ടാവില്ല. അതേപോലെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക? തീർച്ചയായിട്ടും 100% ഞങ്ങളുടെ ഹെൽപ്പ് ഈ ഒരു ട്രെൻഡെക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിൽ പോലും ഞങ്ങളുടെ ഹെൽപ്പ് ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും ഈസി ആയിട്ട് ട്രെൻഡെക്സിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ മാഡത്തിന് കാണിച്ചു തരാം. ഇതിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഏകദേശം 9 സ്ട്രാറ്റജീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോ സ്ട്രാറ്റജീസിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജീസ് നമുക്ക് കാണണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഏതൊരു സാധാരണക്കാരും നമ്മൾ ട്രെൻഡെക്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവർക്ക് തന്നെ സ്വന്തമായിട്ട് കാണുകയും ഏത് സ്ട്രാറ്റജി വേണമെന്നോ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. 100% ട്രാൻസ്പെറൻ്റ് ആണ്. ഇത്രയും സ്ട്രാറ്റജിയിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ കാര്യം, ജസ്റ്റ് ഒരു ഡിപ്ലേ ബട്ടൺ കാണാം, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ ട്രേഡ് സ്റ്റാർട്ടായി. ഇപ്പോൾ ഒരുപാട് പ്രൊജക്ട്സും പ്ലാറ്റ്ഫോംസൊക്കെ നമ്മൾ നിത്യേന ഇപ്പോൾ ഒരു AI കാലഘട്ടമായതുകൊണ്ട് നിത്യേന നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളുടെ വ്യൂവേഴ്സിന് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്? ഉറപ്പായും ട്രെൻഡെക്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഏതൊരാളുകൾക്കും ഫ്രീ ആയിട്ട് ഞങ്ങൾ ട്രേഡിംഗ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് 100% എല്ലാ ആളുകൾക്കും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഇത്രത്തോളം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് നോക്കുമ്പോൾ ഇത് ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം അവർ പ്രൊവൈഡ് ചെയ്തു. നമ്മൾ ഇതിലേക്ക് ആദ്യമായി എത്തിപ്പെടുന്ന എല്ലാവർക്കും സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനൊക്കെയുള്ള ഫ്രീ ക്ലാസ്സസ് അതേപോലെ കോഴ്സൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് ഇത് കാണുന്ന എല്ലാവർക്കും ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടിടത്തോളം നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ടല്ലേ തോന്നിയത്? അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് അടിപൊളി കണ്ടൻസ് ആയിട്ട് നമ്മൾ ടോക്കൺ ടോക്സിൽ വീണ്ടും വരുന്നതാണ്.
പക്ഷെ ഈ ഒരു അടിപൊളി കണ്ടന്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് പ്രൊമോട്ടേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഇതിലൂടെ നിങ്ങളെ ഒരുപാട് ഏൺ ചെയ്യാനും സഹായിക്കാനും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല കണ്ടന്റ്സ് ആയിട്ട് വരുന്നത് വരെ ബൈ.